എല്ലാവർക്കും നമസ്കാരം. സാധാരണ രീതിയിൽ കേരളത്തിൽ ഒരു വിവാദമൊക്കെ വന്നാൽ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ ആ വിവാദം പതുക്കെ കെട്ടടങ്ങും. എന്നാൽ മലയാളത്തിൻ്റെ മമ്മൂട്ടിക്കെതിരെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വിവാദം വരുന്നു. ആ വിവാദം വലിയ രീതിയിൽ പിന്നീട് കത്തിപ്പടർന്നു. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടും ഈ വിവാദം കെട്ടടങ്ങുന്ന ലക്ഷണമൊന്നുമല്ല കാണുന്നത്. ഇപ്പോൾ ഓരോരുത്തരായിട്ട് അദ്ദേഹത്തിനെതിരെ ഓരോ രീതിയിലുള്ള വിവാദം കൊണ്ടുവരികയാണ്. നടി ഹസീന ഹസൻ എന്ന വ്യക്തി, ഒരുപക്ഷെ ഹസീന ഹസൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയണമെന്നില്ല. അവർ സിനിമയിൽ ഉഷ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അവർ മമ്മൂട്ടിയെ പറ്റി പറയുന്ന ഒരു ആരോപണമുണ്ട്. അതൊന്ന് കേട്ടു നോക്കുക. മമ്മൂക്കേൻ്റെ അവസരമില്ല, മമ്മൂക്കയുടെ ഈഗോ കാരണം അവസരം ഇല്ലാണ്ടാക്കി. അതെനിക്ക് മനസ്സിലായില്ല എന്താണ് അങ്ങനെ എഴുതിയെന്ന്. പക്ഷേ ഞാനും ഇങ്ങനെ കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെ ചില പടങ്ങളിൽ നിന്ന് എന്നെ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഞാനത് അമ്മയുടെ പ്രസിഡൻ്റായിരുന്ന ഇന്നസെൻ്റ് ചേട്ടനോട് ഞാനത് സൂചിപ്പിച്ചു. ചേട്ടനോട് പറഞ്ഞു, ഒരു അമ്മയുടെ ജനറൽ ബോഡി നടക്കുമ്പോൾ തന്നെ പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഇങ്ങനെ എല്ലാവരും എന്നോട് പറയുന്നു. അപ്പോൾ പറഞ്ഞു ഞാൻ ചോദിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ചോദിക്കണ്ട, മമ്മൂക്കായും ഉണ്ട് അവിടെ, ജനറൽ ബോഡിക്ക് എല്ലാവരും ഉണ്ടാവും, വേണ്ട ചോദിക്കണ്ട. എനിക്കതിൽ സങ്കടമൊന്നുമില്ല, പിന്നെ പരാതിയില്ല എന്ന് മമ്മൂക്കായോട് പറയണം. കാരണം ഞാനും മമ്മൂക്കായും ഒക്കെ വിശ്വസിക്കുന്ന ഒരു പടച്ചവനുണ്ടല്ലോ. ആ പടച്ചവൻ വിചാരിച്ചാലേ എനിക്ക് എന്തും കിട്ടൂ എന്നാണ് എൻ്റെ വിശ്വാസം. പടച്ചവൻ തരണ്ട എന്ന് വിചാരിച്ച ഒരു സാധനം ആര് വിചാരിച്ചാലും എനിക്ക് തരാനും പറ്റില്ല, അത് തടുക്കാനും പറ്റില്ല. കോട്ടയം കുഞ്ഞച്ചൻ, കിഴക്കൻ പത്രോസ് തുടങ്ങിയ ഹിറ്റ് സിനിമകളൊക്കെ നമുക്കറിയാമല്ലോ. ആ സിനിമയൊക്കെ സംവിധാനം ചെയ്ത TS സുരേഷ് ബാബു എന്ന വ്യക്തിയായിരുന്നു ഈ ഉഷയുടെ ആദ്യത്തെ ഭർത്താവ്. ആ വിവാഹത്തിന് ശേഷമാണത്രേ അവർക്ക് സിനിമയിലുള്ള അവസരങ്ങൾ നഷ്ടപ്പെട്ടതെന്നും അതിന് പിന്നിൽ മമ്മൂട്ടിയായിരുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇവരൊരു പരാതിയായിട്ട് തന്നെ അമ്മയുടെ പ്രസിഡൻ്റായിരുന്ന ഇന്നസെൻറ്റിനോട് പറയുകയും ഇന്നസെൻറ്റ് ചോദിക്കാമെന്ന് പറയുകയും, അപ്പോൾ അവർ പറയുന്നു വേണ്ട ചോദിക്കേണ്ട, എന്നെയും മമ്മൂക്കയൊക്കെ പടച്ചവൻ ഇതാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് അങ്ങനെ നടക്കട്ടെ, പടച്ചവൻ അറിയാതെ ഒരാൾക്ക് അവസരമോ കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്തില്ല, അതുകൊണ്ട് ഞാൻ അതിനെ ആ രീതിയിൽ കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിടുകയാണ് ചെയ്തത്. എന്തായാലും ഈ ഉഷ പറഞ്ഞ പോലെ, അവരുടെ വിശ്വാസം അനുസരിച്ച് പറഞ്ഞ പോലെ ഇതെല്ലാം പടച്ചവൻ്റെ വിധിച്ചതാണ് എങ്കിൽ ഒരുപക്ഷെ ആ പടച്ചവൻ്റെ വിധി തന്നെയായിരിക്കാം ഈ 73ാമത്തെ വയസ്സിൽ മമ്മൂട്ടിക്കെതിരെ ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാവുകയും ഇതുവരെയും അദ്ദേഹം മറുപടി പറയാതിരിക്കുകയും ആ വിവാദം ഇങ്ങനെ ഒന്നിന് പിന്നാലെ ഒന്നായിട്ട് പുറത്തേക്ക് വരികയും ചെയ്യുന്നത്. ഇതിപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, അതായത് നമുക്കറിയാം പുഴു എന്ന സിനിമയുടെ ആ സംവിധായികയുടെ ഭർത്താവ് ആരോപിച്ച ചില കാര്യങ്ങൾ, അതും മമ്മൂട്ടിയുടെ തന്നെ കൂട്ടത്തിലുള്ള ആളാണ്. ഈ ഹസീന ഹസൻ എന്ന ഉഷയും ഒക്കെ ഈ മമ്മൂട്ടിയുടെ തന്നെ മതവിഭാഗത്തിൽപ്പെടുന്നതാണ്. പക്ഷേ ഇത്തരം ഓരോ വിവാദം വരുമ്പോഴും വേറെ ചില കൂട്ടർ ഇതെല്ലാം സംഘികളുടെ മണ്ടയ്ക്കോട്ട് ചേർത്തുന്നത് കാണാം. ഇതുമായിട്ട് ഈ ആളുകളുമായിട്ടൊന്നും സംഘിക്കോ സംഘപരിവാറിനോ ഒന്നും ബന്ധമില്ല. ഇവരാരും സംഘപരിവാറിൽ അംഗങ്ങളും അല്ല, അതിൽ പ്രവർത്തിക്കുന്ന ആളുകളുമല്ല. പക്ഷേ എന്നിട്ടും മമ്മൂട്ടിക്കെതിരെയുള്ള വിവാദം തണുപ്പിക്കാൻ വേണ്ടിയിട്ടാവും ഇതെല്ലാം കൊണ്ട് സംഘികളുടെ മണ്ടയ്ക്കോട്ട് ചേർത്തുന്നത് കാണാം. മറ്റൊരു പ്രമുഖ ചാനലിൽ, അതായത് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ചാനലിൽ ആ വിവാദമായിട്ടുള്ള അഭിമുഖം ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. നടനും സംവിധായകനും നിർമ്മാതാവും ഒക്കെ ആയിട്ടുള്ള ഒരു ശ്രീകുമാർ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. അച്ചുവിൻ്റെ അമ്മയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഇതേപോലെ തന്നെ മമ്മൂട്ടിയുടെ ഡേറ്റിന് വേണ്ടി ചെല്ലുകയും ഒരു ഫേവർ ചെയ്യാൻ, നിങ്ങൾ എൻ്റെ സ്വജാതിക്കാരനാണോ എന്ന് ചൂടായി മമ്മൂട്ടി അദ്ദേഹത്തിനോട് ചോദിക്കുകയും പിന്നീട് അദ്ദേഹത്തിന് അവസരം വന്നപ്പം ഇതേ ഡയലോഗ് മമ്മൂട്ടിയോട് തിരിച്ച് ചോദിക്കുകയും ചെയ്ത കാര്യമൊക്കെ അദ്ദേഹം അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. ഇതാണ് ഈ പണ്ടുള്ളവർ പറയുന്നത്, ഏത് വൺമരവും ഒരിക്കൽ വീഴേണ്ടി വരുമെന്നും, അല്ലെങ്കിൽ അത്തരം ഉയരത്തിൽ നിൽക്കുന്നവർക്കെതിരെ ഏതെങ്കിലും ഒരു ശക്തമായ ആരോപണം വരുമ്പോൾ അന്ന് വരെ പറയാൻ പേടിക്കും നിന്നിരുന്നവരൊക്കെ അതിൻ്റെ പിന്നാലെ ആരോപണങ്ങളുടെ ഈ മലവെള്ളപ്പാച്ചിൽ പോലെ കുത്തൊഴുകി വരും എന്ന് പറയുന്നത് മമ്മൂട്ടിയുടെ കാര്യത്തിൽ സത്യമായി എന്നാണ് തോന്നുന്നത്. ഓരോ ദിവസവും ഒന്നിന് പിന്നാലെ ഒന്നായിട്ട് ഓരോരുത്തരായിട്ട് അദ്ദേഹത്തിനെതിരെ ആരോപണമായിട്ട് രംഗത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്.